വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം റെഡി ആയി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്ത് പോവുകയാണ്. പുറത്ത് പറഞ്ഞാൽ ഓണമൊക്കെ അടുത്തല്ലോ. അപ്പം ഓണത്തിന് അടുത്ത ആഴ്ച ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ചെറിയൊരു ഓണം പർച്ചേസിങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് രാമചന്ദ്രയിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. ഏത് രാമചന്ദ്ര എന്നറിയില്ല. അത് ഞാൻ പോയിട്ട് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടിയൊക്കെ നിർത്തി ഒരു ഇളനീരൊക്കെ കുടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം എനിക്കും പോലും എന്തെങ്കിലും വെള്ളം കുടിക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ പോകുന്നത് ഉള്ളൂരിലെ രാമചന്ദ്രയിലാട്ടോ പോകുന്നത്. അതാണ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ച് അടുത്തുള്ളത്. അപ്പം ഞങ്ങളിതാ രാമചന്ദ്രം എത്താനായി. അപ്പം അങ്ങനെ ഞങ്ങൾ രാമചന്ദ്രം എത്തി. നേരെ താഴെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ സൂപ്പർ മാർക്കറ്റാണ്, സെക്കൻഡ് ഫ്ലോറിലാണ് ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. അവിടെ പോയി കുറച്ച് കുർത്തയാണ് ഞാൻ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കുർത്ത സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുർത്തയാണ് നോക്കിയത്. അപ്പം ഞാൻ രണ്ടാക്കും സെലക്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് പോയാലും ഒരുപാട് സാരിയുണ്ട്. സാരീൻ്റെ ഒരു നിര തന്നെ ഉണ്ട്. സെറ്റ് മുണ്ടാണെങ്കിൽ സെറ്റ് മുണ്ടുണ്ട്. പിന്നെ സാരി തന്നെയാണെങ്കിൽ സെറ്റിൻ്റെ സാരി തന്നെയാണെങ്കിൽ തന്നെ അത് വേറെ ഉണ്ട്. പിന്നെ സാധാ ടൈപ്പ് സിൽക്ക് സാരി, കോട്ടൺ സാരി, പിന്നെന്താ അങ്ങനെ പലതരം സാരീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സെറ്റ് മുണ്ട് നോക്കാൻ വിചാരിച്ചു. അപ്പം ഒരാൾക്ക് സെറ്റ് മുണ്ടും ഒരാൾക്ക് സെറ്റ് സാരിയുമാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്കവിടെ സ്റ്റിച്ചിങ് ആക്സസറീസ് കാണാം. ലേസ്, നീഡില്, മറ്റേ ത്രെഡും കാര്യങ്ങളായിട്ട് കുറേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. സ്റ്റോണും ചെണ്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അധികം സാരീസ് ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് നമുക്കത് അവസാനം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് കുറച്ച് സാരീസ് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് കയ്യിൽ തന്നെ വെച്ചു. എന്നിട്ട് അവരോട് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ലെഗിൻസൊക്കെ എടുക്കാറുണ്ട്, ലെഗിൻസ് എടുത്തു. അതുപോലെ തന്നെ ഫീഡിങ് കുർത്താസൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫീഡിങ് കുർത്തയും എല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ ചെന്നാൽ കിട്ടും. നമുക്ക് ഒരു ഷോപ്പ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ സാധനവും കിട്ടും. വീട്ടിലേക്കുള്ള സാധനങ്ങളാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം ഒരു ഷോപ്പിൽ തന്നെ കിട്ടും. ഇപ്പോൾ പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ കുറച്ച് ലെഗിൻസ് രണ്ട് കളർ ലെഗിൻസ് എടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് എടുത്ത സാരികളൊക്കെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. ഇത് ഞാനൊന്ന് എടുത്തു. പക്ഷേ ഇതെനിക്കൊരു സംശയം, ഇതിൻ്റെ കളറ് ജസ്റ്റ് പോകുമെന്ന്. അപ്പം അതുകൊണ്ട് ഞാനിത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അതുപോലെ തന്നെ അവിടെ ജ്വല്ലറി ആക്സസറീസ് ഉണ്ട്. പിന്നെ കോസ്മെറ്റിക്സ് ഉണ്ട്. അതൊക്കെ ഒരുപാട് സാധനങ്ങളാട്ടോ. ഒക്കെ വാരി ഇട്ടിരിക്കുന്നു. കാരണം അത്രയും സാധനങ്ങളുണ്ട്. കുപ്പിവള ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൻ ഡ്രോപ്സ് കുപ്പിവളയാണല്ലോ, അതുണ്ട് അവിടെ. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അതൊരു ഒരുപാട് സാധനങ്ങളുണ്ട്. വീട്ടിലേക്ക് ഉള്ള പാത്രങ്ങളാണെങ്കിൽ അത്, പിന്നെ ലേഡീസ് ബാഗ്സ് ഉണ്ട്, ഷൂസ്, ലേഡീസിൻ്റെ മാത്രമല്ല കേട്ടോ, ജെൻസിൻ്റെ ഷൂസും ഉണ്ട്, കിഡ്സിൻ്റെതുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ബെൽറ്റ്, ജെൻസിൻ്റെ ബെൽറ്റ് എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 3rd ഫ്ലോറിലാട്ടോ ഈ ഒരു ഇത്. പിന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെരുപ്പിൻ്റെ സെക്ഷനിലാണ്, അവിടെ ഉണ്ട് ഓഫേഴ്സ്. പിന്നെ ചെറിയ മക്കളെ അവിടെയും ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഷൂസും ചെരുപ്പും ഒക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. പിന്നെ ചെരുപ്പ് എടുക്കുമ്പോൾ നമുക്ക് ആ സൈസ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ സൈസ് ചാർട്ടും അവർ വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കിയിട്ട് കറക്റ്റ് സൈസ് ചെരുപ്പ് എടുക്കാം. ഇങ്ങനത്തെ ബാസ്ക്കറ്റിനൊക്കെ അവിടെ വരുന്നത് 149 രൂപയാട്ടോ. അവിടുത്തെ
നല്ല ഓഫറാണിത്. പിന്നെ അവിടെ ഒരുപാട് ഈ പൂജ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിളക്ക്, എന്താ പറയുക, കിണ്ടി, മണി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ചധികം സാധനങ്ങൾ പൂജ ഐറ്റംസ് തന്നെ ഉണ്ട്. പിന്നെ അതന്നെ അങ്ങനത്തെ ഐറ്റംസ് സ്റ്റീലിൻ്റെത് വരുന്നുണ്ട്. ഈ ഒരു ഉള്ളൂരിലെ ഈ രാമചന്ദ്രയിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഞാൻ അട്ടക്കുളങ്ങരയാണെന്ന് തോന്നുന്നു ഞാൻ പോയത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നേരം ഇത്ര സാധനങ്ങളൊക്കെ ആട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയത്. ഒരുപാടൊന്നും വാങ്ങാനില്ലായിരുന്നു. വീട്ടിലേക്ക് അമ്മയ്ക്കും പിന്നെ അവിടുത്തെ ഏട്ടൻ്റെ മോക്കും ഒക്കെ ഉടുപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മോന് ബർത്ത്ഡേ ആയതുകൊണ്ട് അവന് സ്വീറ്റ്സും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബായ്.